വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഏറ്റവും കുഞ്ഞ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വീണു പോവുക. ഈ സങ്കീർത്തന പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായം 12-ന്റെ B തുടങ്ങി 14 വരെയുള്ള ഒരു വാക്യങ്ങളുണ്ട്. അത് ശരിക്കും ഒരു പ്രാർത്ഥനയാണ്. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. മഹാ അപരാധങ്ങളിൽ നിന്നും ഞാൻ വിമുക്തനായിരിക്കും. ആ വചനം നോക്കി, അതൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തകൻ്റെ. നമ്മളത് എല്ലാ ദിവസവും ആ പ്രാർത്ഥന, ആ വചനങ്ങൾ ഏറ്റുപറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാവും. അറിയാതെ പറ്റുന്ന, അപ്പോൾ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലേ, നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളറിയാതെ വിധിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്ത വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആ ചിന്തനെ നമുക്ക് മാറ്റിത്തരും. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ചോദിച്ച് വാങ്ങുകയാണെങ്കിൽ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനയില്ലേ, പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഈ വചനം കൂടി ചേർത്ത് വയ്ക്കുക. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് തന്നെ വിധിയൊക്കെ അറിയാതെ പറ്റി പോണതാ. കാണുമ്പോൾ തന്നെ മനസ്സിൽ നമുക്ക് വന്നു പോവും അല്ലേ. കുറ്റം പറയൽ പിന്നെയും നമുക്ക് നിയന്ത്രിക്കാം, എന്ന് വെച്ചാൽ വേണ്ടാന്ന് വെച്ച് വായടച്ച് നമുക്ക് തിരിച്ചു പോരാം. പക്ഷെ മനസ്സിൻ്റെ കാര്യം നമ്മുടെ കയ്യിലല്ല കൺട്രോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തമ്പുരാനെ നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം കൂടി ചേർത്ത് ഇതിൻ്റെ അഭിഷേകം ഇന്നേ ദിനത്തിൽ എനിക്ക് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം.